ഹലോ മീ ബ്ലോഗ്സ് ബൈ സോണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച വണ്ണം കുറയ്ക്കാനുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ എൻ്റെ വാട്സപ്പിൽ വന്നിട്ട് വണ്ണം കൂട്ടാനുള്ള എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മെലിഞ്ഞിരിക്കുന്ന ആളുകളാണെങ്കിൽ ഒരുപാട് വണ്ണം വയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പൊണ്ണത്തടിയൊക്കെ ആയിട്ട് നമ്മുടെ ആരോഗ്യമൊക്കെ പോയി നമുക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ വണ്ണം കൂടുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ വണ്ണം കുറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ തീരെ മെലിഞ്ഞിട്ട് ഒട്ടും വണ്ണം വയ്ക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടിപ്സ് പറഞ്ഞു തരണേ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കഴിച്ചിട്ടും എന്തെല്ലാം ഫുഡ് എടുത്തിട്ടും നിങ്ങൾ വണ്ണം വയ്ക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ഡോക്ടറെ കണ്ടിട്ട് ഒരു ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഷുഗറുള്ള ആളുകൾക്ക്, ക്ഷയരോഗമുള്ള ആളുകൾക്ക്, ടെൻഷൻ ഒരുപാട് അനുഭവിക്കുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഒരു കാരണവശാലും വണ്ണം വയ്ക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ അതെല്ലാം മാറ്റി ആ അസുഖമൊക്കെ ഭേദമാക്കിയതിന് ശേഷം നന്നായിട്ട് ഫുഡ് എടുക്കുക, നല്ല ആഹാരം കഴിക്കുക, അതിൽ പഞ്ചസാര ഒഴിവാക്കുക, കരിച്ചതും വറുത്തതുമായിട്ടുള്ള ഫുഡ് ഒഴിവാക്കുക, ഒരുപാട് എണ്ണയിൽ പൊരിച്ചിട്ടുള്ള എണ്ണ കൊണ്ട് ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങൾ, എണ്ണ തീരെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ ഈ ഒരു ടിപ്സും കൂടി പ്രയോഗിക്കുക. പിന്നെ ഏത്തപ്പഴം പുഴുങ്ങിയതൊക്കെ ഒരുപാട് കഴിക്കണം. പിന്നെ നമ്മുടെ പയർ, മുട്ട, മീൻ, ഇതൊക്കെ നമുക്ക് ഒരുപാട് കഴിക്കാം. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുന്നതിന് ശേഷം ഭക്ഷണം കഴിച്ച് 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ വെള്ളം കുടിക്കാവൂ. കാരണം നമ്മൾ ആദ്യമേ വെള്ളം കുടിച്ചാൽ നമ്മുടെ ഭക്ഷണം ഒരുപാട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതിന് വേണ്ടി വണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്. അപ്പോൾ വണ്ണം കുറയ്ക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടല്ല, വണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടുള്ളവർക്കാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് നിങ്ങൾ പരീക്ഷിക്കുക. ആ ദിനചര്യയിൽ കുറച്ച് മാറ്റം വരുത്തുക. പിന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ കുറച്ച് നടക്കാൻ പോവുക, 1/2 മണിക്കൂർ നടക്കണം. പിന്നെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുള്ളവരാണെങ്കിൽ വർക്കൗട്ട് ചെയ്യുക. ഒപ്പം ഞാൻ ഈ പറയുന്ന ഈ ടിപ്സും കൂടി ഒന്ന് പ്രയോഗിച്ച് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് വണ്ണം വയ്ക്കാൻ കഴിയും. പറ്റുമെങ്കിൽ 2 നേരം ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ 1 നേരമായാലും മതി. നമ്മൾ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഓട്സ് ആണ്. ഞാനിവിടെ ക്വിക്കർ ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സഫോളയുടേതായാലും എടുക്കാം, ഏതായാലും ബെറ്ററാണ്. അപ്പോൾ എന്തായാലും ഓട്സ് എടുക്കുക. എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അത്രയും എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 3-4 സ്പൂണോടുകൂടെയാണ് എടുത്തിട്ടുള്ളത്. അതിപ്പം കോരുകയോ നമുക്ക് അവിക്കുകയോ അങ്ങനെയുള്ള ഒന്നും വേണ്ട, നേരെ ഡയറക്റ്റ് തന്നെ നമുക്കതെടുക്കാം. പിന്നെ ഞാൻ ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് വേണമെങ്കിൽ എടുക്കാം. കയ്യിൽ കിട്ടുന്ന ഏത് പഴം വേണമെങ്കിലും നമുക്കിതിൽ ചേർക്കാം. ഞാൻ ഏത്തക്ക കുറച്ചും കൂടി ബെനിഫിറ്റ് ആയതുകൊണ്ട് അത് ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ അണ്ടിപ്പരിപ്പാണ് ഉണ്ടല്ലോ. അപ്പോൾ അത് അണ്ടിപ്പരിപ്പ് ഒരുപാട് എടുക്കണ്ട. ഞാനൊരു അത്യാവശ്യം ഒരു 4-5 പീസ് എടുത്തിട്ടുണ്ട്. 4-5 എന്ന് വെച്ചാൽ അത് 2 പീസായിട്ട് വരണതുകൊണ്ടാണ് അത്രയുള്ളത് കേട്ടോ. പിന്നെ ബദാമൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. നമുക്ക് ഒരു 5 തന്നെയാണ് നമ്മുടെ ബോഡിക്ക് അത്യാവശ്യം. എന്നാലും ഒരു 5-10 ഒക്കെ വണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ നമ്മുടെ കുറച്ച് കൂടുതലായെന്നും പറഞ്ഞുകൊണ്ടൊന്നും സംഭവിക്കുകയില്ല. ഒരു 5 വെച്ച് ഡെയിലി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം ഒരുപാടൊന്നും കൂടുന്നുണ്ട, 5 ഡെയിലി ഉറപ്പായിട്ടും കഴിക്കുക. അതുപോലെ തന്നെ ഈ ഈത്തപ്പഴം. അപ്പോൾ ഈത്തപ്പഴത്തിനകത്തൊരു കുരുവുണ്ട്, എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ആ കുരുവൊക്കെ മാറ്റിയിട്ട് വേണം മിക്സിയുടെ ജാറിലോട്ട് ഇടാൻ. കുരുവോട് കൂടി ഇട്ടാണെങ്കിൽ മിക്സിയുടെ കാര്യം തീരുമാനമാവും. അതും കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇടുക. എൻ്റെ പശുവും പാല് കിട്ടുകയാണെങ്കിൽ വാങ്ങുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ മുരളയുടെ നമ്മുടെ കവർ പാലാണ്. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഇത് മാത്രമാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പശുവും പാൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതും കൂടി ചേർത്ത് മിക്സിയുടെ ജാറിൽ, നമ്മുടെ ജ്യൂസിൻ്റെ ജാറിലൊക്കെ അരയ്ക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ അല്ലാത്തൊരു മിക്സിയുടെ ജാറിൽ അരച്ചിട്ടുണ്ട്. നന്നായിട്ട് അരച്ച് നല്ല ഒന്നുമില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നമുക്കതിനൊരു ഗ്ലാസ്സിലോട്ട് വീഴ്ത്തി നമുക്ക് ഇതിൽ തേൻ ഉപയോഗിക്കാൻ കേട്ടോ, ഒരു മധുരത്തിന് വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ഇതൊക്കെ കൂടി ചേർത്തപ്പോഴത്തേക്ക് ഒരു മധുരം ആൾറെഡി ഉണ്ട്, ഒരു ചെറിയ മധുരം ഉണ്ട്. എന്നാലും പഞ്ചസാര എന്തായാലും നിങ്ങളത് ഒഴിവാക്കുക. എന്നിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് തേൻ ഉപയോഗിക്കുക. ഞാൻ തേനും എടുത്തിട്ടില്ല, പകരം ഹോർലിക്സിൻ്റെ ചോക്ലേറ്റ് പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ഷാർജയുടെ ടേസ്റ്റ് കിട്ടും നമുക്ക് ഇതും കൂടി ഉപയോഗിക്കുമ്പോഴത്തേക്ക്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടി ഹെൽത്തിയോട് കൂടി നമുക്കിരിക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. വണ്ണം വയ്ക്കണം എന്നുള്ളവർ ഉപയോഗിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.